UDFിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി പീരുമേട്ടിൽ നിന്നും ഷിനു ഫിലിപ്പ ചേരുകയാണ്. ഷിനു, കോൺഗ്രസിന് ഉള്ളിൽ തന്നെ ആദ്യം തന്നെ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏതൊക്കെ തരത്തിൽ ആരൊക്കെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുവാൻ കഴിയുമെന്ന് വ്യക്തമല്ല. എങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ ഉയർന്നു വരുന്ന പേരുകളിൽ DCC പ്രസിഡന്റ് അടക്കം, ഒപ്പം തന്നെ മുമ്പുണ്ടായിരുന്ന അഡ്വക്കേറ്റ് സിറിയക് തോമസ്, ഏറ്റവും ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളെ പീരുമേട്ടിലേക്ക് എത്തണ്ട എന്ന തരത്തിൽ ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലടക്കം സജീവമായ പ്രചരണവുമായി മുന്നോട്ട് വരികയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാകുന്നു. കോൺഗ്രസിൽ നിരവധി പേരുകളാണ് ഉയർന്നു കേൾക്കുവാനുള്ളത്. നിലവിൽ 5ഓളം പേരാണ് സാധ്യതാ പട്ടികയിലുള്ളത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇടതുപക്ഷ കോട്ടയായി നിൽക്കുന്ന പീരുമേട് നിലവിൽ CPI ജനപ്രതിനിധിയായിരുന്ന വാഴൂർ സോമന്റെ മരണത്തെ തുടർന്ന് MLA നിലവിൽ ഇല്ലാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ഇടുക്കി ജില്ലയിലെ തന്നെ CPIയുടെ ഏക മണ്ഡലമാണ് പീരുമേട്. ആ സമയത്ത് തന്നെ 2 തവണ പരാജയപ്പെട്ട ശ്രീ സിറിയക് തോമസ് ആണ് UDFിന് ഏറെ സജീവമായി മത്സര രംഗത്ത് ഉള്ളത്. ഇതോടൊപ്പം തന്നെ KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന റോയി കെ പൗലോസ്, DCC പ്രസിഡന്റ് ആയിരിക്കുന്ന CP മാത്യു, DCC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഷാജി പൈനടുത്ത്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന ഫ്രാൻസിസ് അർക്കപ്പറമ്പിലാണ് സ്ഥാനാർത്ഥിത്വത്തിന് അവരുടെ പേരുകളാണ് ഏറെ ഉയർന്നു കേൾക്കുന്നത്. ഇതോടൊപ്പം തന്നെ കോൺഗ്രസ് അനുകൂല ഫേസ്ബുക്ക് പേജുകളിൽ മണ്ഡലത്തിന് പുറത്തുള്ള സ്ഥാനാർത്ഥി വേണ്ട എന്ന പ്രചരണവും ശക്തമാകുന്നുണ്ട്. നിലവിൽ 9 പഞ്ചായത്താണ് പീരുമേട്ടിലുള്ളത്. ഇതിൽ 6 പഞ്ചായത്ത് UDF ഭരിക്കുമ്പോൾ 3 പഞ്ചായത്താണ് ഇടതുപക്ഷത്തിനുള്ളത്. ഇതിൽ തന്നെ ഉപ്പുതറ, കൊക്കയാർ സമാസമം നിൽക്കുമ്പോൾ വണ്ടിപ്പെരിയാറാണ് ഇടതുപക്ഷത്തിന് ഏറെ സാധ്യതയുള്ള ഒരു മണ്ഡലം. വണ്ടിപ്പെരിയാറിൽ നിന്നും കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി കടന്നു വരികയാണെങ്കിൽ വിജയിക്കുമെന്ന വാദവും ഏറെ മുന്നോട്ട് വരുന്നുണ്ട്. തോട്ടം തൊഴിലാളി നേതാവും DCCയുടെ സെക്രട്ടറിയുമായിരിക്കുന്ന ഷാജി പൈനാടത്തിന്റെ പേര് ഈ സമയത്താണ് പ്രസക്തമായിരിക്കുന്നത്. 5 തവണ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ മത്സരിക്കും 1 തവണ പോലും പരാജയപ്പെടാതിരുന്ന നേതാവാണ് ശ്രീ ഷാജി പൈനാട്. 1 തവണ ഇടതുപക്ഷത്തിന്റെ CPMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ശ്രീ വിജയാനന്ദിനെ തോപ്പിച്ചാണ് അദ്ദേഹം കടന്നു വന്നിരുന്നത്. ഈ ശ്രീ ഷാജി പൈനാടത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഏറെ വിജയപ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ ഫ്രാൻസിസ് അർക്കപ്പറമ്പിലും മത്സര രംഗത്ത് നിലവിലുണ്ട്.